യാദൃച്ഛികമായി ഈ ഭൂമിയിൽ വന്നു പിറന്നു, എങ്ങനെയെങ്കിലും ജീവിക്കണം, എങ്ങനെയെങ്കിലും മരിച്ച് പോകണം എന്ന ചിന്ത മാത്രമാണ് അനേകർക്കുമുള്ളത്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ വിലപ്പെട്ടവരാകുന്നു, ദൈവം നിങ്ങളെ സൃഷ്ടിച്ചതാകുന്നു. ഈ ചിന്ത നിങ്ങളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുവാൻ ശക്തമാണ്. അതാണ് സത്യവും, അല്ലാതെ മനഃശാസ്ത്രപരമായ ഒരു ചികിത്സയല്ല. ജീവസന്ദേശത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കട്ടെ. ദൈവം ആരെന്നും തൻ്റെ മഹത്വം എന്തെന്നും തനിക്കു വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന തൻ്റെ ജനം തിരിച്ചറിയണമെന്നാകുന്നു ദൈവം ഒന്നാമതായി ആഗ്രഹിക്കുന്നത്. കാരണം തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനത്തിന് മാത്രമേ ഏത് സാഹചര്യത്തിലും ഉറച്ചു നിൽക്കുവാനും ലോകത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും എന്ന് ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ നാം വായിക്കുന്നു. യെശയ്യാ പ്രവചന പുസ്തകം 43 44 അധ്യായങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം ഇസ്രായേലിൻ്റെ സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനുമാകുന്നു എന്ന് അവരോട് പറയുന്നതാണ് യെശയ്യാ പ്രവചനം 43 അധ്യായത്തിൽ നാം കാണുന്നത്. അവർ ദൈവത്തെ വിട്ട് അന്യദേവന്മാരുടെ അടുത്തേക്ക് പോകുകയും ദൈവത്തിൻ്റെ വഴികളിലും കൽപ്പനകളിലും നടക്കുവാൻ കൂട്ടാകാതിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവം അവരെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞു എന്ന് പറയുവാൻ നമുക്ക് കഴിയില്ല. പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ അവസാനിച്ചിട്ടില്ല എന്നാണ്. യെശയ്യാ പ്രവചനം 43 അധ്യായം നമുക്കിന്ന് ഒരുമിച്ച് ചിന്തിക്കാം. അതിൻ്റെ ആദ്യത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഈ ഭാഗത്ത് മുഴുവൻ ദൈവം ഇസ്രായേൽ ജാതിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അവരുടെ ഉത്ഭവത്തെക്കുറിച്ച് ദൈവം പറയുന്നത് നിന്നെ സൃഷ്ടിച്ചവനായ യഹോവ എന്നാണ്. പഴയ യാക്കോബിനെ പോലെയുള്ള ഒരു മോശമായ വ്യക്തിയെ എടുത്ത് ദൈവം അവനെ ഒരു ജാതിയാക്കി തീർത്തു. യാക്കോബ് എന്ന പേരിൻ്റെ അർത്ഥം ഉപായി അല്ലെങ്കിൽ കുടില മനസ്സുള്ളവൻ എന്നാണല്ലോ. ദൈവം നിലത്തെ പൊടിയെടുത്ത് ജീവശ്വാസം അതിലേക്ക് ഊതി ഒരു ജീവനുള്ള ദേഹിയാക്കി മനുഷ്യനെ തീർത്തു എന്ന് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ ദൈവത്തോട് മറുതലിച്ചു. എന്നാൽ ഇപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ദൈവം തൻ്റെ മക്കളാക്കി തീർക്കുന്നു. അതാണ് എൻ്റെയും നിങ്ങളുടെയും ആരംഭം. മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായി വന്നു എന്ന് പറയുന്നതിനേക്കാൾ മോശമായ ഒരാരംഭമാണ് നമുക്കുള്ളത്. ശാരീരികമായി നിലത്തിലെ പൊടിയിൽ നിന്നും ഉണ്ടായ ഒരു മനുഷ്യനാണ് നമ്മുടെ ആരംഭം. അവൻ ദൈവത്തോട് മറുതലിച്ചു. അവനിൽ കൂടി പാപ സ്വഭാവം നമ്മിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അത് നന്നാക്കുന്നതിനോ നവീകരിക്കുന്നതിനോ കഴിയാത്ത കാര്യമാണ്. എന്നാൽ ദൈവം എനിക്കൊരു പുതിയ സ്വഭാവം നൽകിയിരിക്കുന്നു. യാക്കോബിൽ തുടങ്ങി ദൈവം ഒരു ജാതിയെ ഉണ്ടാക്കി. പിന്നീട് അവൻ അവരെ മിസ്രൈമിൽ നിന്ന് രക്തത്താലും ശക്തിയാലും വീണ്ടെടുത്തു. അവർ ഇസ്രായേലായി തീർന്നു. സൃഷ്ടിപ്പ് മൂലവും വീണ്ടെടുപ്പ് മൂലവും അവർ ദൈവത്തിൻ്റെ വകയാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നമ്മുടെ ഓരോരുത്തരുടെയും കാര്യവും ഇത് തന്നെയാണ്. ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. അതുകൊണ്ട് നാം അവൻ്റെ വകയാണ്. മാത്രമല്ല, ദൈവം തൻ്റെ പുത്രൻ്റെ രക്തം കൊടുത്ത് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം അവൻ്റെ വകയാണ്. ഈ രണ്ട് വിധത്തിലും നാം ദൈവത്തിൻ്റെ വകയാണ്. ഇനി 2-ാം വാക്യം നമുക്ക് വായിക്കാം. 43 അധ്യായത്തിൻ്റെ 2-ാം വാക്യം. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മേതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഈ വാക്യത്തിലെ വാഗ്ദത്തം പ്രത്യേകമായി ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവമാണ്.
ദൈവം അവരെ കഴിഞ്ഞ കാലങ്ങളിൽ വിടുവിച്ച് നടത്തിയ വിധങ്ങളെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന്, അവർ ചെങ്കടൽ കടന്നപ്പോഴും യോർദാൻ നദി കടന്നപ്പോഴും ദൈവത്തിൻ്റെ വിടുതൽ അവർക്ക് കാണുവാനും അനുഭവിക്കുവാനും കഴിഞ്ഞു. ഇന്ന് ദൈവജനത്തിൻ്റെ അനുഭവവും ഇതുതന്നെയാണ്. തൻ്റെ മക്കളെ അത്ഭുതകരമായ രീതിയിൽ ഇന്നും അവൻ നടത്തുന്നു. പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ ദൈവം അവരെ വിടുവിച്ച് നടത്തുന്നു. ചിലപ്പോൾ നാം ഇതുപോലെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകാറുണ്ടില്ലേ? ആഴമളക്കാൻ കഴിയാത്തതുപോലെയുള്ള പ്രതിസന്ധികളിൽ കൂടി ചിലപ്പോൾ നാം കടന്നുപോയി എന്ന് വരാം. എന്നാൽ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ധൈര്യമായി ഏതൊരു സാഹചര്യത്തെയും അഭിമുഖീകരിക്കുവാൻ കഴിയും. മുങ്ങിപ്പോകുമെന്ന് ചിന്തിക്കുന്ന അനേകം അവസരങ്ങളുണ്ടായി എന്ന് വരാം. എന്നാൽ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, അതെ, വെള്ളം നിങ്ങളുടെ മീതെ കവിയുകയില്ല എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അവൻ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. 3-ാം വാക്യം നോക്കാം. നിന്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ മറുവിലയായി ഞാൻ മിസ്രൈമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു. രക്ഷയിൽ ദൈവം തൻ്റെ ഉന്നതമായ നിലവാരം താഴ്ത്തുന്നില്ല. ഇസ്രായേലിന് മറുവിലയായി ദൈവം എങ്ങനെയാണ് മിസ്രൈമിനെയും കൂശിനെയും കൊടുക്കുന്നത്? ദൈവം പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്: നിന്നെ ശരിയായ പാതയിൽ ശിക്ഷണത്തിൽ കൊണ്ടുവരുവാൻ ഞാൻ ഈ ദേശങ്ങളെ ഉപയോഗപ്പെടുത്തി. നിങ്ങളോട് ഇടപെടുവാൻ ഞാൻ നിന്നെ അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ ഞാൻ അവരെ ന്യായം വിധിക്കുമെന്നാണ് പറയുന്നത്. സദൃശവാക്യങ്ങൾ 21-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദുഷ്ടൻ നീതിമാനും മറുവിലയാകും, ദ്രോഹി നേരുള്ളവർക്ക് പകരമായി തീരും. എന്തുകൊണ്ടാണ് ശത്രു നിനക്ക് കഷ്ടത വരുത്തുവാൻ ദൈവം ശത്രുവിനെ അനുവദിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെ, നിന്നെ നേരായ പാതയിൽ കൊണ്ടുവരുന്നതിനും നിന്നെ ആത്മീയമായ ശിക്ഷണത്തിൽ നടത്തുന്നതിനുമാണ് ദൈവം അപ്രകാരം ചെയ്യുന്നത്. സദൃശവാക്യങ്ങൾ 11:8 നാം വായിക്കുന്നത്, നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു, ദുഷ്ടൻ അവന് പകരം അകപ്പെടുന്നു. പലരും നമ്മോട് അനാവശ്യമായ രീതിയിൽ പെരുമാറിയെന്ന് വരാം. നമ്മെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, മുറിപ്പെടുത്തിയിട്ടുണ്ടാകാം. നാം ദൈവത്തോട് കാര്യങ്ങൾ തുറന്നു പറയുക. ദൈവം നമ്മോട് തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുകയാണോ എന്ന് പലപ്പോഴും നാം സംശയിക്കും. കാരണം നമ്മെ ഉപദ്രവിച്ചവർ അത്ര മോശപ്പെട്ടവരാണ്. എന്നാൽ ദൈവം അവരെ ശിക്ഷിക്കുന്നതായി നമുക്ക് പിന്നീട് കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതങ്ങളിൽ ശരിയാക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുവാനാണ് ദൈവം ഈ പ്രിയപ്പെട്ടവരെ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമുക്ക് പിന്നീട് കാണുവാൻ സാധിക്കും. ദൈവം അവരെ ശരിപ്പെടുത്തുകയും ചെയ്യും. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ദൈവം ഇസ്രായേലിനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. നാം ദൈവത്തിന് എത്രമാത്രം വിലയേറിയവരാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുകയില്ല. നാം ദൈവത്തിന് വിലപ്പെട്ടവരും മാന്യരുമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ലോകം നമ്മെ മാനിക്കുകയോ വിലയേറിയവരായി കരുതുകയോ ചെയ്യുന്നില്ലായിരിക്കാം. എന്നാൽ നിരാശപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ദൈവം താങ്കളെ വിലയേറിയവനും മാന്യനുമായി കാണുന്നു. ഈ വസ്തുത നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒന്നല്ലേ? 5-ഉം 6-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ഞാൻ വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വയ്ക്കരുതെന്നും കൽപ്പിക്കും. ദൂരത്ത് നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ നടത്തുവാൻ മതിയായ ദൈവമാകുന്നു. നിൻ്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കുകയും ചെയ്യുമെന്ന്. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ദൂരത്തുനിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്തു നിന്ന് എൻ്റെ പുത്രിമാരെയും എന്നാണ് ഇവിടെ പറഞ്ഞത്.
താൻ ഇസ്രായേൽ ജനത്തെ വീണ്ടും കൂട്ടിച്ചേർക്കുമെന്ന് ദൈവം വ്യക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു. യിരെമ്യാ പ്രവചനം 31 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ നാം കാണുന്നു, ജാതികളെ യഹോവയുടെ വചനം കേൾപ്പീൻ, ദൂരെ ദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പീൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിച്ചേർത്തു, ഒരു ഇടയൻ തൻ്റെ കൂട്ടത്തെ കാക്കുന്നത് പോലെ അവനെ കാക്കും എന്ന് പറവീൻ. ഇസ്രായേലിനോടുള്ള തൻ്റെ പ്രവർത്തനം ദൈവം അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് വീണ്ടും പറയുന്നത്. നാം അവനെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ലോകത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നാലും ദൈവം ഇസ്രായേലിനെ കൂട്ടിച്ചേർക്കുവാൻ പോകുന്നു എന്നത്ര ദൈവം പറയുന്നത്. ദൈവത്തിൻ്റെ വചനമാണിത്. ഇനി ഞാൻ 10 വാക്യം വായിക്കാം. നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനുമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എനിക്ക് മുമ്പേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ദൈവത്തിന് തുല്യനായോ അവനോട് മത്സരിക്കുന്നതിനോ ആരും തന്നെയില്ല. അവിടുന്ന് മാത്രമാണ് ദൈവം, അവൻ മാത്രം. ഈ പ്രത്യേകമായ സ്ഥാനം വഹിക്കുന്നത് അവൻ മാത്രമാണ്. 11 വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ഇവിടെ ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ആത്മരക്ഷയുടെ ഉറപ്പ് നമുക്ക് ജീവിതത്തിൽ നൽകി തരുന്നവൻ അവിടുന്ന് മാത്രമാണ്. ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ ആ ഉറപ്പ് ലഭിക്കൂ. രക്ഷയ്ക്ക് വേണ്ടി മറ്റു പല പരിപാടികളും പലരും മുമ്പോട്ട് വയ്ക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവയൊന്നും ആത്മരക്ഷയുടെ ഉറപ്പ് നൽകുന്നില്ല സുഹൃത്തേ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷിക്കപ്പെടുമെന്ന് നാം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്നത് എത്രയോ വാസ്തവമാണ്. ഇവിടെ ഇനി 12 വാക്യത്തിലേക്ക് നമുക്ക് വരാം. അവിടെ കാണുന്നത്, നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവനല്ല ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സാക്ഷികൾ എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ ദൈവം തന്നെ. നിങ്ങൾ വിഗ്രഹങ്ങളിലേക്ക് തിരിയാതിരുന്നിടത്തോളം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ് ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്നിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കുന്ന യാതൊന്നിലേക്കും നിങ്ങൾ തിരിയരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്ഥാനം ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന എന്തും വിഗ്രഹമാണെന്ന് ഞാൻ പല പ്രാവശ്യം ഇപ്പോൾ പറഞ്ഞല്ലോ. 13 വാക്യം ഞാനൊന്ന് വായിക്കാം. ഇന്നും ഞാൻ അനന്യൻ തന്നെ, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. ഞാൻ പ്രവർത്തിക്കും, ആരത് തടുക്കും. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനോ രക്ഷപ്പെടുന്നതിനോ യാതൊരു സൃഷ്ടിക്കും കഴിയുകയില്ല എന്നാണ് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നത്. 14 വാക്യം നമുക്ക് നോക്കാം. നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നിമിത്തം ഞാൻ ബാബേലിലേക്ക് ആളയച്ച് അവരെയൊക്കെയും കൽദേരെ തന്നെ ഓടിപ്പോകുന്നവരായി അവർ ഘോഷിച്ചുല്ലസിച്ചിരുന്ന കപ്പലുകളിൽ താഴോട്ട് ഓടുമാറാക്കും. ഈ ബാബേലിൻ്റെ അന്തിമമായ നാശത്തെക്കുറിച്ച് ഇവിടെ മുൻകൂട്ടി പ്രവചിച്ചിരിക്കുകയാണ്. 15 വാക്യം നോക്കിക്കാട്ടെ. ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ യഹോവയും ഇസ്രായേലിൻ്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവുമാകുന്നു. ഇസ്രായേൽ ജാതിയാണ് ഇവിടുത്തെ വിഷയം. അവരുടെ ഉൽപ്പത്തിയുടെ ഉത്തരവാദിത്വം ദൈവം തന്നെ ഏറ്റെടുക്കുന്നു. അവൻ രാജാവുമാകുന്നു. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഉറപ്പായി ഇതിനെ നമുക്ക് കാണുവാൻ കഴിയും. അവൻ്റെ ഡിവിനിറ്റി, ദൈവത്വം. അവൻ അവരുടെ രാജാവാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് രാജ്യത്വം അവകാശപ്പെട്ടപ്പോൾ താൻ ഇമ്മാനുവേലാകുന്നു, അതായത് ദൈവം നമ്മോടുകൂടെ എന്ന് അവകാശപ്പെടുകയായിരുന്നു എന്ന് ഇസ്രായേൽ ജനം മനസ്സിലാക്കി. ഇനിയും 20 വാക്യം നോക്കിക്കാട്ടെ. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. താൻ ഇസ്രായേൽ ജാതിയുടെ സൃഷ്ടാവാകുന്നു. അതുകൊണ്ട് ദൈവത്തിന് അവരുടെ മേൽ അവകാശവാദം ഉന്നയിക്കുവാൻ ഉണ്ട് എന്ന് നാം കണ്ടു. തുടർന്ന് ദൈവം പറയുന്നത് വയലിലെ മൃഗങ്ങൾ പോലും തന്നെ ബഹുമാനിക്കുന്നു എന്നാണ്. പാപത്തിൽ വീണുപോയ മനുഷ്യനേക്കാൾ ദൈവബോധം ജന്തുലോകത്തിനില്ലേ എന്ന്
ഞാൻ സംശയിക്കുന്നു. 21 വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും. ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണമെന്ന് ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നു. 25 വാക്യത്തിൽ നാം കാണുന്നു, എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിൻ്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിൻ്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. താൻ അവരുടെ പാപം ക്ഷമിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മോട് പാപങ്ങളെ ഏതടിസ്ഥാനത്തിൽ ക്ഷമിച്ചുവോ അതേ അടിസ്ഥാനത്തിൽ ഇസ്രായേലിൻ്റെ പാപവും ക്ഷമിക്കും എന്നാണ് അർത്ഥം. 27 വാക്യത്തിൽ നാം കാണുന്നു, നിൻ്റെ ആദ്യ പിതാവ് പാപം ചെയ്തു, നിൻ്റെ മധ്യസ്ഥന്മാർ എന്നോട് ദ്രോഹം ചെയ്തു. ഇവിടെ ആദ്യ പിതാവെന്ന് പറയുന്ന അബ്രഹാമിനെയാണ് സൂചിപ്പിക്കുന്നത്. തിരുവചനത്തിൽ അബ്രഹാമിൻ്റെ പരാജയങ്ങളും പാപങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്, വിശ്വാസവും വിജയവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ ഭാര്യ സാറായെക്കുറിച്ച് ഫറവോനോട് കള്ളം പറഞ്ഞതിനെക്കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, നിൻ്റെ മധ്യസ്ഥന്മാർ എന്നോട് ദ്രോഹം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെക്കുറിച്ച് മനുഷ്യർക്ക് വിവരിച്ചു കൊടുക്കുന്നവരെ ഉദ്ദേശിച്ചാണ്. പുരോഹിതന്മാർ, പ്രവാചകന്മാർ, അവർക്കും തോൽവികളും പാപങ്ങളും ഉണ്ടായിരുന്നു. ദാവീദിനുണ്ടായില്ലേ? ശലോമോനുണ്ടായില്ലേ? അതുപോലെ തന്നെ ശിംശോനുണ്ടായില്ലേ? ഇനിയും 28 വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വിശുദ്ധ മന്ദിരത്തിൻ്റെ പ്രഭുക്കന്മാരെ മലിനമാക്കി യാക്കോബിനെ ഉന്മൂലനാശത്തിനും ഇസ്രായേലിനെ നിന്ദയ്ക്കും ഏൽപ്പിച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. അവർ ജീവനുള്ള സത്യദൈവത്തിൽ നിന്ന് മാറിപ്പോയതുകൊണ്ട് അവർക്ക് ഇന്ന് സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ അവരുടെ അന്തിമമായ അവസ്ഥ ഇതായിരിക്കില്ല. ഏതടിസ്ഥാനത്തിൽ ദൈവം നമ്മെ സ്വീകരിക്കുമോ, നമ്മെ അവൻ്റെ മക്കളാക്കി തീർക്കുമോ, നമ്മുടെ പാപങ്ങൾ ഏതടിസ്ഥാനത്തിൽ അവൻ ക്ഷമിക്കുമോ അതേ അടിസ്ഥാനത്തിന്മേൽ, അതെ, യേശു ക്രിസ്തുവിൽ അവരുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യും. പ്രിയ സുഹൃത്തേ, പാപം ക്ഷമിച്ച് കിട്ടുക എന്നത് പാപിയായി ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിനുവേണ്ടി ഇന്ന് പല വിധത്തിൽ ജനം പ്രയത്നിക്കുന്നതായി നാം കാണുന്നുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചാൽ, ദാനധർമ്മങ്ങൾ ചെയ്താൽ, നല്ലവരായി ജീവിച്ചാൽ മോക്ഷം കിട്ടുമെന്ന് അനേകർ ചിന്തിക്കുന്നു. അതിനായി എന്തുമാത്രം പണിയെടുക്കുന്നു. എന്നാൽ പാപിയായ മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പാപത്തിൻ്റെ കളങ്കം, കറ ഉണ്ടായിരിക്കും. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ഈ വിധത്തിലാണ് ദൈവം മനുഷ്യവർഗത്തെ കാണുന്നത്. പാപമില്ലാത്തൊരു വ്യക്തിക്ക് മാത്രമേ പാപിയായ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി അഥവാ രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അപ്രകാരമുള്ള പാപരഹിതനായ ഒരു വ്യക്തിയെ ഭൂമിയിൽ ഒരിടത്തും കാണുവാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് ദൈവം താൻ ഭൂമിയിൽ വന്നത്. ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. യേശുവിനെക്കുറിച്ച് എബ്രായ ലേഖകൻ ഇപ്രകാരം പറഞ്ഞു, അവൻ പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. അങ്ങനെ എത്ര മനോഹരമായ ചിത്രീകരണമാണ് യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. യേശു പാപം ചെയ്തിരുന്നില്ല, പിന്നെ എന്തിനാണ് അവൻ മരണശിക്ഷ വഹിച്ചത്? അതെ, ലോകത്തിൻ്റെ പാപത്തെ അവൻ ചുമന്നൊഴിച്ചു. ക്രൂശിൽ അവൻ ചെയ്തത് അതാണ്. 44 അധ്യായം 43 അധ്യായത്തിലെ ചിന്താവിഷയത്തിൻ്റെ തുടർച്ചയാണ്. എന്തായിരുന്നാൽ തന്നെ 43 അധ്യായം വരുന്ന ന്യായവിധിയുടെ ഇരുണ്ട സൂചനയോടെയാണ് അവസാനിക്കുന്നത്. 44 അധ്യായം വരുന്നതായ രാജ്യത്തിൻ്റെ പ്രകാശത്തിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തത്തിലേക്കുമാകുന്നു നീങ്ങുന്നത്. വിഗ്രഹാരാധനയ്ക്കെതിരായി ബുദ്ധിപൂർവമായതും കൈപ്പേറിയതുമായ ഒരു ആക്ഷേപഹാസ്യം ഈ 44 അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഈ പ്രത്യേക ഭാഗത്തിലെ ആവർത്തിച്ചുള്ള ചിന്താവിഷയം ഈ വിഗ്രഹാരാധന എന്നുള്ളത് തന്നെയാണ്. ദൈവത്തിൽ നിന്നും ഏതെങ്കിലും വിധത്തിലുള്ള വിഗ്രഹങ്ങളിലേക്ക് തിരിയുന്നൊരു ഹൃദയമാണ് മനുഷ്യനുള്ളത്. ഏതെങ്കിലുമൊക്കെ രൂപങ്ങളുടെ പിൻപേ പോകുന്നത് മാത്രമല്ല വിഗ്രഹാരാധന എന്ന് നാം കണ്ടു. ജീവനുള്ള സത്യദൈവത്തിന് പകരം ഒരു മനുഷ്യൻ എന്തിനെങ്കിലും പ്രാധാന്യം നൽകുന്നുവെങ്കിൽ അതാകുന്നു അവൻ്റെ വിഗ്രഹം. അതൊരു ജോലിയാകാം, അവരുടെ പണമാകാം, മക്കളാകാം, കുടുംബമാകാം, സുഖത്തോടുള്ള താല്പര്യമാകാം,
മദ്യമാകാം, മയക്കുമരുന്നാകാം, സ്വയം അണിഞ്ഞൊരുങ്ങുവാനുള്ള പ്രവണതയാകാം, ഞാൻ പറഞ്ഞല്ലോ തൊഴിലാകാം, അങ്ങനെ എന്തെങ്കിലും ആകാവുന്നതാണ്. ഇവയത്രേ നമ്മുടെ വിഗ്രഹങ്ങൾ. ഇന്ന് അനേകരും ദൈവത്തിൻ്റെ സ്ഥാനം നൽകിയിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ എന്തിനെങ്കിലുമൊക്കെയാണ്. 46-ാം അധ്യായത്തിൽ നാം വരുമ്പോൾ വിഗ്രഹാരാധനയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങൾ കാണാവുന്നതാണ്. അവിടെ നാം അതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്നതുമാണ്. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നതാകുന്നു 44-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത്. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയായിട്ടാണ് ദൈവം ഇസ്രായേലിനെ വിളിക്കുന്നത്. ദൈവം തൻ്റെ സഹായം ഇസ്രായേലിന് വാഗ്ദാനം ചെയ്യുന്നു. 44-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഇപ്പോഴോ എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തെരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്ക. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യെശൂരനെ, നീ ഭയപ്പെടേണ്ട. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിൻ്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിൻ്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ഇവിടെ ദൈവത്തിൻ്റെ വാഗ്ദത്തം വീണ്ടും നാം കാണുന്നു. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 32 വരെയുള്ള ഭാഗത്തോട് വളരെ യോജിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പകരുന്നതിൻ്റെ ഒരു സൂചനയാകുന്നു ഇവിടെ നമുക്ക് ലഭിക്കുന്നത് എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. യോവേലിൻ്റെ പ്രവചനം താങ്കൾ വളരെ ശ്രദ്ധയോട് വായിച്ചെന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വലിയ വസ്തുത എന്തെന്നാൽ, യോവേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ നിവൃത്തിയല്ല പെന്തക്കോസ്ത് നാളിൽ കണ്ടത് എന്നത്രേ. ഇത് ഞാൻ പല പ്രാവശ്യം സൂചിപ്പിച്ചതുകൊണ്ട് വീണ്ടും ഇവിടെ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയും 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വിഗ്രഹാരാധനയ്ക്കെതിരെയുള്ള ഒരു വിവാദം കാണാവുന്നതാണ്. പ്രവാചകൻ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന വിധം ഭയാനകമാണ്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവർ തങ്ങളുടെ ദേവന്മാരുടെ ബുദ്ധിയില്ലാത്ത അവസ്ഥയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണ് എന്നത്രേ പ്രവാചകൻ പറയുന്നത്. മനുഷ്യനുള്ള പഞ്ചേന്ദ്രിയങ്ങൾ പോലും ഒരു രൂപത്തിനില്ല, കല്ലുകൊണ്ടുള്ള ഒരു രൂപത്തിനില്ല, അല്ലെങ്കിൽ മരം കൊണ്ടുള്ള ഒരു രൂപത്തിനില്ല. ഒരു വിഗ്രഹത്തിന് കേൾക്കുവാൻ കഴിയില്ല, കാണുവാൻ കഴിയില്ല, സംസാരിക്കുവാൻ കഴിയില്ല, മണക്കുവാനോ സ്പർശിക്കുവാനോ കഴിയുകയില്ല. പൗലോസ് അവരെ ഒന്നുമില്ല അല്ലെങ്കിൽ ഏതുമില്ല എന്നാണ് വിളിച്ചത്, നത്തിങ്. 10-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. 44-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. ഒരു ദേവനെ നിർമ്മിക്കുകയോ ഒന്നിനും കൊള്ളരുതാത്തൊരു വിഗ്രഹത്തെ വാർക്കുകയോ ചെയ്യുന്നവൻ ആർ? പ്രവാചകൻ ചോദിക്കുന്ന ചോദ്യം, എന്തിനാണ് നിങ്ങളൊരു ദൈവത്തെ ഉണ്ടാക്കി നിങ്ങളുടെ സമയം മുഴുവൻ കളയുന്നത് എന്നത്രേ. നിങ്ങൾ ലജ്ജിക്കേണ്ടവരാണ്. നിങ്ങൾ സകലതും കുഴച്ചു മറിച്ചിരിക്കുകയാണ്, കൺഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളൊരു ദേവനെ ഉണ്ടാക്കരുത്. ദൈവം നിങ്ങളെ ഉണ്ടാക്കിയതാണ്. തുടർന്ന് അവൻ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് വിവരിക്കുന്നത് നാം കാണുന്നുണ്ട്. 12 മുതലുള്ള വാക്യങ്ങളിൽ അത് വളരെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. ലോഹത്തിന്മേൽ പണിയെടുക്കുന്നവൻ കഠിനാധ്വാനം ചെയ്ത് ഏതെങ്കിലും ലോഹത്തിൽ ഒരു വിഗ്രഹത്തെ വാർത്തുണ്ടാക്കിയാൽ ഈ പ്രയത്നം അവനെ ക്ഷീണിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം അവൻ വെറും മനുഷ്യനാകുന്നു എന്നത്രേ. ദേവനെ ഉണ്ടാക്കുവാനുള്ള അവൻ്റെ പ്രയത്നവും കഴിവുകളും സമയവും പണവും എല്ലാം ഉപയോഗിച്ചാലും വാസ്തവത്തിൽ അവൻ ദൈവത്തെ ഉണ്ടാക്കുവാൻ കഴിയുന്നവനല്ല. അവൻ ഒന്നുമില്ലാത്ത ഒന്ന് ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ പറയുവാൻ സാധിക്കൂ. ഏതുമില്ലാത്ത ഒന്ന്. ഈ പ്രയത്നത്തിൻ്റെ ശൂന്യാവസ്ഥ ചിന്തിപ്പിക്കുന്നത് അത്ര 15-ാം വാക്യത്തിൽ. അതിൻ്റെ വിശദാംശങ്ങളിൽ നാം പ്രവേശിക്കുവാൻ പോവുകയാണ്. ഒരു വിഗ്രഹത്തിന് നമുക്ക് വേണ്ടിയതൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. വിഗ്രഹാരാധന വാസ്തവത്തിൽ എത്രമാത്രം ബുദ്ധികെട്ട കാര്യമാകുന്നു എന്ന് ദൈവം ഇസ്രായേൽ മക്കളെ ധരിപ്പിക്കുന്നു. എളുപ്പമായി തോന്നിയെന്ന് വന്നേക്കാം, എന്നാൽ ദൈവം ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തെക്കാൾ ഉപരിയായി താങ്കൾ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, കൊണ്ടു നടക്കുന്ന എന്താണുള്ളത്? ഈ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം 28-ാം വാക്യം വാസ്തവത്തിൽ കോരശിനെക്കുറിച്ച് പറയുന്നതാണ്. അത് അടുത്ത അധ്യായത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. നാം അടുത്ത അധ്യായത്തിൽ പ്രവേശിക്കുമ്പോൾ അത് ചിന്തിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധന ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്ന എത്രയെത്ര ചിന്തകൾ ഇവിടെയുണ്ട്. നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമ്മെ കരുതുന്ന ദൈവം, അർത്ഥമില്ലാത്തതിൻ്റെ പിൻപേ നാം പോകുമ്പോഴും നമ്മെ തേടി വരുന്ന ഒരു ദൈവം, നമ്മുടെ ജീവിതത്തെ ശക്തീകരിക്കുന്ന ഈ ദൈവവചനം
നമുക്ക് കൂടുതലായി നമ്മുടെ ജീവിതത്തിൽ അനുസരണത്തിനുള്ള ഒരു മുഖാന്തരമായി കാണാം. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. ഭയം എന്നുള്ളത് മനുഷ്യ സഹജമാകുന്നു. ആയതിനാലാകാം ഭയപ്പെടേണ്ട എന്ന വാക്ക് ദൈവത്തിൻ്റെ ജനത്തോട് ദൈവം ആവർത്തിച്ച് പറയുന്നത്. ക്രിസ്തുയേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം നമ്മുടെ ഭയത്തെയും ആകുല ചിന്തകളെയും നമ്മിൽ നിന്ന് നീക്കിക്കളയും. സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഭൗമികമായ കാര്യങ്ങളാണ് നമ്മുടെ ഭയത്തിന് ആധാരമായിരിക്കുന്നതെന്ന് മനസ്സിലാകും. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തത്, എൻ്റെ സ്നേഹിതരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ. അതെ, അവനെ ഭയപ്പെടുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാകുന്നു. ഒരു ഉപമയും അതിനോട് ചേർത്ത് കർത്താവ് പറഞ്ഞു. 2 കാശിന് 5 കുരുകിലിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരാകുന്നു.